നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നേടാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കോൺഫിഡൻസ് നമുക്ക് വേദികളിൽ സംസാരിക്കാൻ ഭയം, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ലായ്മ, നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് പോയി കണ്ട് സംസാരിക്കാൻ പേടി, അദ്ദേഹത്തെ അതിൽ കോൺഫിഡൻസ് ഇല്ല, അതിൻ്റെ ഒരു മനോബലം നമുക്കുണ്ടാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അത് അങ്ങനെ സംഭവിക്കുന്നത്? ശരിക്ക് എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാം? പണ്ട് ഇംഗ്ലണ്ടിൽ നടന്നൊരു സംഭവ കഥയുണ്ടായിരുന്നു. അവിടെ ഒരു വലിയൊരു വ്യാപാരി ബിസിനസ്സുകാരൻ ഒരുപാട് കടം വന്ന് തിരിച്ചടക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ വീട്ടിൽ കയറി ഇറങ്ങുന്ന അവസ്ഥ വന്നു. അങ്ങനെ അദ്ദേഹം അപമാനിതനായി തിരിച്ച് പൈസ കൊടുക്കാൻ പറ്റാതെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് ബിസിനസ്, പക്ഷേ അത് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം അവസാനം ഒരു തീരുമാനമെടുത്തു, മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെ ഒരു ദിവസം അവിടെയുള്ള വലിയൊരു പാർക്ക് ഗാർഡൻ്റെ ഒരു മൂലയിൽ ബെഞ്ചിൽ പോയിരുന്ന് ഒരു സന്ധ്യയോടെ എടുക്കുന്ന സമയം അദ്ദേഹം എങ്ങനെയെല്ലാം മരിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയോടുകൂടി അവിടെ നിൽക്കുകയാണ്. എങ്ങനെ മരിക്കണം എന്നില്ല ആലോചിച്ചിട്ട്. കാരണം സന്ധ്യയായി കഴിഞ്ഞാൽ അതിലൊരു തീരുമാനമാക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ വ്യക്തി ഇരുന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അതിലൂടെ കോട്ടും സൂട്ടൊക്കെ ഇട്ടൊരു ഒരു വലിയ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിച്ച് വരുന്നുണ്ടല്ലോ, എന്താ സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല നിങ്ങൾ വിടുക, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, ഞാൻ സ്വസ്ഥമായിരിക്കട്ടെ. അയാൾ വീണ്ടും ചോദിച്ചു, എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും, നിങ്ങൾ ജസ്റ്റ് എന്നോടൊന്ന് കാര്യം പറയൂ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ പോ, എനിക്ക് സ്വസ്ഥമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപവും ഭാവമൊക്കെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് സഹായിക്കാൻ പറ്റിയേക്കും, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള റോബർട്ട് ഡിസൂസയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയേക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു മനുഷ്യൻ, വലിയ ഒരു ധനാഢ്യനായിട്ടൊരു മനുഷ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരുപാട് കടത്തിൽ കയറി മൂടിയിട്ട് പ്രശ്നത്തിലായില്ലേ, എനിക്ക് $50 ലക്ഷം എനിക്ക് കടത്തിലുള്ളത്, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. അയാൾ പറയും, എന്ത് ചെറിയ കാര്യത്തിനാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കാം. അദ്ദേഹം പോക്കറ്റിൽ നിന്നും ചെക്ക് എഴുതി സൈൻ ചെയ്ത് $50 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്തു. ഇദ്ദേഹം വാങ്ങിക്കാൻ തയ്യാറില്ല. അയ്യോ ഇല്ല ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ ഈ വർഷം ഒരു വർഷം നിങ്ങൾക്ക് സമയം തരാം, നിങ്ങൾ ഇതേ ദിവസം ഇവിടെ വന്ന് ഇതേ സമയത്ത് വന്നാൽ എനിക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ. അത് മനസ്സോടെ പിന്നെ സന്തോഷത്തോടെയും അത് വാങ്ങിച്ചു അദ്ദേഹം നേരെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ പോയി ഭാര്യയോട് സംസാരിച്ചു, ഞാനിങ്ങനെ മരിക്കാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മരിക്കുന്നത്, നമ്മളെല്ലാം വിട്ടിട്ട് പോവുകയാണോ? അപ്പോൾ വൈഫ് ഒരു തീരുമാനം അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഈ 50 ലക്ഷം കൈ കിട്ടില്ലേ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ തരാനുണ്ട്, അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ സമീപിച്ച് അത് തിരിച്ച് വാങ്ങിക്കാൻ നോക്ക്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് നിങ്ങളെ വിശ്വാസത്തിൽ ഒരു കടം തരാൻ, നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇതുണ്ടെങ്കിൽ ആൾക്കാർ കടം തരും. നിങ്ങൾ 1-2 മാസത്തേക്ക് നിങ്ങൾ ഇത് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് വീണ്ടും തുടങ്ങാം, വേണ്ടി വന്നാൽ നമുക്കിത് ചെക്ക് മാറിയെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പിറ്റേ ദിവസം ഒരു തുടങ്ങുകയാണ് ലൈഫിൽ. അദ്ദേഹം വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലായിടേക്കും പോയി ഇങ്ങനെ റോബർട്ട് ഡിസൂസയുടെ ചെക്കിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നാൽ മതി, ഞാൻ അങ്ങനെ കടമായിട്ട് സാധനം വാങ്ങിക്കുകയും വീണ്ടും അനുസ്യൂതം ബിസിനസ് ആരംഭിക്കുകയും അങ്ങനെ പൂർവാധികം ശക്തിയായി ബിസിനസ്സിലേക്ക് 2-3 മാസം കൊണ്ട് കടക്കെ വീട്ടി പിന്നീടുള്ള മാസങ്ങളിൽ അദ്ദേഹം വലിയ കോടീശ്വരനായി വീണ്ടും മാറി. അങ്ങനെ ഈ പറഞ്ഞ ഒരു വർഷം തികയുന്ന ആ ദിവസം വന്നു. വൈകുന്നേരം ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി ഈ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച് ഈ റോബർട്ട് ഡിസൂസയെ കാണാൻ ഈ ഗാർഡനിൽ വീണ്ടും വരികയാണ്. സന്ധ്യയോടെടുത്തു. അദ്ദേഹം വരുന്ന കാണുന്നില്ല.
അങ്ങനെ നോക്കി കറക്റ്റ് ആ സമയമാകുമ്പോൾ അദ്ദേഹം ദൂരെ നടന്ന് വരുന്നവർ ഭയങ്കര സന്തോഷമായി, വളരെ എക്സൈറ്റഡായി. അദ്ദേഹത്തെ ഭാര്യനും മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കണം ഈ ഒരു വലിയൊരു മനുഷ്യനെ. ഈ ചെക്കും പിടിച്ച് നിൽക്കുകയാണ്. അടുത്തടുത്ത് എത്താൻ നിൽക്കുന്ന സമയത്ത് ഈ എവിടുന്നൊന്നറിയില്ല 2-3 സെക്യൂരിറ്റിക്കാർ ഓടി വന്ന് ഈ ധനാഢ്യനായ ഈ മനുഷ്യനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കണ്ട് ഇദ്ദേഹം ഓടിപ്പോയിട്ട് പറഞ്ഞു, ഇല്ല, ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. അദ്ദേഹം എൻ്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അപ്പോൾ സെക്യൂരിറ്റിയിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇയാൾ ജീവൻ രക്ഷിക്കലും ഇതൊന്നുമില്ല, ഇദ്ദേഹം മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് ഇവിടെ വന്ന പല ആൾക്കാർക്ക് ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംഭവമായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഈ വ്യാപാരി ഞെട്ടിപ്പോയി. ഈ മാനസിക നില തെറ്റിയ ഭ്രാന്തനായിട്ടുള്ള ഒരാളുടെ ചെക്ക് വെച്ചിട്ടായിരുന്നു ഈ 1 വർഷം മുഴുവൻ അദ്ദേഹം ആ ചെക്കിൽ പൈസ ഉണ്ടെന്നുള്ള ധാരണയിൽ ഈ ബിസിനസ്സൊക്കെ ചെയ്തത്, മുന്നേറിയത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഒന്നുമില്ലായിരുന്നു കയ്യിൽ. അപ്പോൾ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് കോൺഫിഡൻസ് എവിടുന്ന് വരുന്നു? ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, കഴിയുമെന്നൊരു വിശ്വാസം. ഈ വിശ്വാസവും ഉണ്ടെന്നുള്ള വിശ്വാസവും കഴിയുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ നേടിയെടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, നിങ്ങൾ അപമാനിതരാമെന്ന് വിചാരിക്കുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഏത് മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഐ വിൽ ഡു, ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട്, നിങ്ങളുടെ ബോധ മനസ്സിനോട് നിങ്ങൾ ദിവസവും പറയാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ സംഗതി ചെയ്യാൻ പറ്റും. എന്തിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, എന്തിനും നിങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങിപ്പുറപ്പെടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.